ഹായ്, നമുക്ക് നല്ല ഭംഗിയുള്ള ഈ ഒരു കമ്മൽ ചെയ്താലോ? അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുമാതിരി വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഒരു 3 ഈക്വൽ സൈസിലുള്ള സ്റ്റോൺ ചെയിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സിൽവർ കളർ സ്റ്റോൺ ചെയിനാണ്. എന്നിട്ട് ഒരു ബീഡ്, വൈറ്റ് ബീഡ് എടുത്തിട്ട് അതിൻ്റെ അറ്റത്തേക്ക് ഈ സ്റ്റോൺ ചെയിൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതേ B7000 ഗ്ലൂ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. 3 എണ്ണത്തിലും നമ്മളങ്ങനെ ചെയ്യണം. അത് കഴിഞ്ഞ് ഒരു OHP ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് വീണ്ടും B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഫ്രെയിം കളഞ്ഞിട്ടുള്ള കുന്തൻ സ്റ്റോണാണ്. നമ്മളിവിടെ സിൽവർ കളർ സ്റ്റോൺ ചെയിൻ അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗോൾഡൻ കളർ ഫ്രെയിം ഒരു മാച്ചായിട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഫ്രെയിം കളഞ്ഞെടുത്തതാണ്. എന്നിട്ട് ഇതേ സ്റ്റോൺ ചെയിൻ ആ ഒരു കുന്തൻ സ്റ്റോണിൻ്റെ ചുറ്റിലും സ്റ്റോൺ ചെയിൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുവാണേ. ഇത് ഞാൻ മെഷർ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അതാണ് ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തൊന്ന് ഗ്യാപ്പ് ഇല്ലാതെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു കത്രിക യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്കൊരു സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ഇതാക്കി കൊടുക്കുക. ആ സ്റ്റോൺ ചെയിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പൊക്കെ ഒന്ന് ഇല്ലാതെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. നമ്മളുണ്ടല്ലോ ഇതൊക്കെ അത്യാവശ്യം ടൈം എടുത്ത് ചെയ്താൽ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചില്ലേ ആ ഒരു സ്റ്റോൺ ചെയിനിൻ്റെ അറ്റത്ത് ബീഡ് ഒട്ടിച്ചിട്ട് അതിങ്ങനെ ഒരു താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഏതെങ്കിലും ഒരു സൈഡിൽ ഒട്ടിച്ചാൽ മതി, ട്രയാങ്കിൾ ആണല്ലോ. അപ്പോൾ അതേ എന്നിട്ട് നമ്മൾ ആ ഗ്യാപ്പുള്ള ഭാഗത്ത് ഒക്കെ അടുപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നതിന് പകരം ഓരോ സ്പേസ് വിട്ടിട്ട് ഓരോ സ്റ്റോൺ ഗ്യാപ്പ് വിട്ടിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിലേക്കും ഞാൻ ഈ സ്റ്റോൺ ചെയിനിൻ്റെ ഒരു സ്റ്റോൺ കട്ട് ചെയ്തിട്ട് ദേ ഈ വെച്ച് കൊടുക്കുന്നത് കണ്ടുവോ, അത് ഒക്കെ ഓരോ സ്റ്റോൺ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പില്ലാതെ ഫില്ലായിട്ടും കിട്ടും. പിന്നെ നമ്മൾ അടുപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ആ അറ്റത്തെ ബീഡിന് അവിടെ നിൽക്കാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു വൃത്തികേടായിരിക്കും. അപ്പോൾ അതിങ്ങനെ ആകുമ്പോൾ നല്ല ഭംഗിക്ക് തന്നെ കിട്ടും. അപ്പോൾ അതേ നമ്മുടെ കമ്മലിവിടെ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇതേ കണ്ടോ, ഇപ്പോൾ ഉള്ള ലുക്ക് ഇങ്ങനെയാണ്. ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിത് കട്ട് ചെയ്തിട്ടില്ല OHP ഷീറ്റ്, കാരണം അത് ഡ്രൈ ആയിട്ടില്ല. പക്ഷെ പകരം ഡ്രൈ ആവണതിന് മുന്നേ തന്നെയാണ് ഞാനിവിടെ സ്റ്റഡ് ബേസ് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ സ്റ്റഡ് ബേസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഡ്രൈ ആയിക്കഴിഞ്ഞ് ഒരുമിച്ച് കട്ട് ചെയ്തെടുത്താൽ മതിയല്ലോ. അത്രയും ടൈം നമുക്ക് സേവ് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ പിന്നെ സ്റ്റഡ് ബേസ് ഒട്ടിച്ച് വീണ്ടും ഡ്രൈ ആയിട്ട് അങ്ങനെ വീണ്ടും ടൈം കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഡ്രൈ ആയതിന് ശേഷം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇട്ടിട്ടുള്ള ഒരു ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.